ഇതാണ്. അപ്പോൾ സെയിൽസ്മാൻ നമ്മൾ പറഞ്ഞു വന്നത്, സെയിൽസ്മാന് ഓൺലി വില പറയുക, വിൽക്കുക എന്നുള്ളതല്ല. ആ ചതുരത്തിനകത്ത്, ഷോപ്പിനകത്ത് നടക്കുന്ന ഓരോ ആക്ടിവിറ്റീസിലും അവർക്ക് പങ്കുണ്ട്. തീർച്ചയായിട്ടും. ആ പങ്ക് ഈ ഓണറിൻ്റെ, നേരത്തെ പറഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ ഐഡിയക്കനുസരിച്ച്, അദ്ദേഹത്തിൻ്റെ രൂപത്തിനനുസരിച്ച് ക്ലിയർ ചെയ്ത് കൃത്യമായി സിസ്റ്റമൈസ് ചെയ്യണം. എന്നിട്ടും അത് മാത്രം ചെയ്താൽ പോരാ, അതിനെ റിവ്യൂ ചെയ്യണം. എൻ്റെ ഓരോ സെയിൽസ്മാനും ഞാൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും, എൻ്റെ സെയിൽസ്മാൻ എല്ലാം ചെയ്യുന്നുണ്ടോ, ഇല്ലേ, ചെയ്തു കഴിഞ്ഞാൽ അവന് റിവാർഡ്സ് കൊടുക്കണം, ചെയ്യുന്നില്ല എങ്കിൽ നേരെ തിരിച്ച് അവൻ്റെ മാർക്ക് താഴേക്ക് പോകണം. ഞാൻ ഇതിനൊക്കെ ഒരു KPI സിസ്റ്റം വെച്ചിട്ടുണ്ട് എൻ്റെ ഷോപ്പിൽ. ഇന്നത് ചെയ്യണം, എല്ലാം ചെയ്യണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇന്നത് ചെയ്താൽ അവരുടെ പെർഫോമൻസ് ഇൻഡിക്കേറ്ററിൽ വാല്യൂസ് കൂടും, ചെയ്തില്ലെങ്കിൽ വാല്യൂസ് താഴേക്ക് ഇറങ്ങും. അതിനുള്ള റിവ്യൂ സിസ്റ്റം വെച്ചിട്ടുണ്ട്. അതിനുള്ള റിവ്യൂ സിസ്റ്റം ഉണ്ട് അവരുടെ കയ്യിൽ തന്നെ. അവരുടെ ഫോണിങ് ഓപ്പൺ ആക്കിയാൽ ഇന്ന് എൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്ന് അവർക്ക് തന്നെ മനസ്സിലാവും. കാരണം അത് കൂട്ടാനും കുറക്കാനും അദ്ദേഹത്തിന് തന്നെ കഴിയും. ഇന്ന് അതങ്ങ് മുകളിലേക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചാൽ ഈ കാര്യങ്ങളങ്ങ് ചെയ്താൽ മതി. ഇന്നത് താഴേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ കാര്യങ്ങളങ്ങ് ചെയ്യാതിരുന്നാൽ മതി. പക്ഷെ വേറൊരു കാര്യമുണ്ട് രാജ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾ ഇതൊക്കെ ചെയ്യുന്നു, ഒരാളിത് മുഴുവൻ ചെയ്യുന്നു, പറഞ്ഞ ഈ ഓണർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. മറ്റൊരാൾ ആകെ ഒരു സെയില് മാത്രം ചെയ്യുന്നു, പ്രോഫിറ്റ് കൊണ്ടുവരുന്നു. ഒരു ഓണർ എന്താ വിചാരിക്കുക? സെയിലിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. സെയിൽസിന് ഇമ്പോർട്ടൻറ്റ് കൊടുത്തു എന്ന് മാത്രമല്ല, ഓണർ വിചാരിക്കുക ഇതേ കസ്റ്റമർ മറ്റേ ആളുടെ അടുത്തേക്കാണ് പോയിരുന്നെങ്കിൽ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞ ഡാറ്റാസ് എല്ലാം കിട്ടുമായിരുന്നു. ഇവൻ്റെ അടുത്തേക്ക് വന്നതുകൊണ്ട് എന്തായി? എനിക്കത് നഷ്ടമായി, ഡാറ്റാസ് നഷ്ടമായി. ഇതേപോലെ ഈ കസ്റ്റമർ വരുന്നത് ഇവൻ്റേതായതുകൊണ്ട് ഇയാളുടെ അടുത്തേക്ക് ആയതുകൊണ്ട് നഷ്ടം, ഈ കസ്റ്റമർ വരുന്നത് ഇവിടേക്ക് ആവുന്നതുകൊണ്ട് ഇതാ കമ്പനിക്ക് ഡാറ്റ കിട്ടുമായിരുന്നു. അങ്ങനെ ചിന്തിക്കണം. ഇവിടെയൊക്കെ നമ്മൾ ഓരോ ഓണേഴ്സ് അത് ചിന്തിക്കണം എന്ന് പറയണം. നമ്മൾ ഓണേഴ്സിനോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ ഒരു ഡാറ്റ നഷ്ടപ്പെടുത്തിയത്, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സെയിൽസ്മാൻ നന്നായിട്ടല്ലാതെ മോശമായിട്ട് പെരുമാറി, അവിടെ കസ്റ്റമർ ഇറങ്ങിപ്പോയി പുറത്തേക്ക്, അത് തിരിച്ചു വരില്ല. ആർക്കാണ് നഷ്ടം? സ്ഥാപനത്തിനാണ് നഷ്ടം. ഒരു ട്രെയിനറായിട്ട് നമ്മളൊരാളെ ഇട്ടു, നമുക്ക് ചില ബിസിനസ്സിലൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും, പുതിയ ആളുകളൊക്കെ നമുക്ക് പരീക്ഷിക്കേണ്ടി വരും. ഇതുപോലെ ഇപ്പോൾ നമ്മളൊരു ട്രെയിനീസിനെ വെക്കാറുണ്ട്. ട്രെയിനി ആയാൽ പോലും ആ ട്രെയിനിയാണെന്ന് ആർക്കറിയാം? നമുക്കറിയാം, പക്ഷെ കസ്റ്റമറിന് അറിയില്ലല്ലോ. അറിയേണ്ട ആവശ്യമില്ല. ആ കസ്റ്റമറിനെ സംബന്ധിച്ചോളം അവിടെ നിൽക്കുന്ന ആളാണ്, അദ്ദേഹം എന്നോട് പെരുമാറിയെന്ന. ഇവിടെയൊക്കെ ആ ടൈമിലൊക്കെ കൂടുതൽ അവയർനെസ് ഓരോ ഓണേഴ്സിനും വേണം. ഇപ്പോൾ ഒരു സീറ്റിന്, ഇപ്പോൾ നമ്മൾ സാധാരണ ബിസിനസ്സുകാരൊക്കെ ചെയ്യുന്നത് ആ സീറ്റിനാണല്ലോ നമ്മൾ സാലറി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ന സെയിൽസ്മാൻ ആണെങ്കിൽ ഇത്ര, ടെക്നീഷ്യൻ ആണെങ്കിൽ ഇത്ര, ആ സീറ്റിന് അവർക്ക് ചെയ്യാവുന്ന വർക്കിന്. പക്ഷേ പല സമയങ്ങളിലും ചില ആളുകൾ, ഈ ട്രെയിനീസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ചില ആളുകൾ ജോലി അന്വേഷിച്ച് ലാസ്റ്റ് എവിടെയും കിട്ടാതാവുമ്പോൾ നമ്മൾ പറഞ്ഞ സീറ്റിലെ എമൗണ്ടിലേക്ക് റെഡിയായിട്ട് വരികയും നമ്മൾ അവരെ അതിലേക്ക് കയറ്റുകയും ചെയ്യും. ഇവരങ്ങ് ജോലിക്ക് കയറി 1-2 മാസമൊക്കെ ആത്മാർത്ഥത കാണിക്കും, പിന്നെ തുടങ്ങും തിരിച്ച് കമ്പനിക്ക് പണി കൊടുക്കാം എന്നാണ് അവർ വിചാരിക്കുന്നത്. കാരണം ഇനി ഞാൻ ഇത്ര ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കിത് കിട്ടുന്നില്ല. നമ്മൾ ആ സീറ്റിന് കമ്പനി ഒന്നും ചെയ്തില്ല, കമ്പനി ആ സീറ്റിന് ഇത്ര എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്, ആ എമൗണ്ടിന് ഇവൻ റെഡി ആയതുകൊണ്ടാണ് എഗ്രിമെൻ്റ് എഴുതുന്നത്. പിന്നീട് ഇവിടെ ഇരുന്നിട്ട് ഇയാൾ ചിന്തിക്കുകയാണ്, ഞാനിതൊന്നും വാങ്ങേണ്ട ആളല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? ഇദ്ദേഹം ജോലിയിൽ ഉഴപ്പാൻ തുടങ്ങും. ഇതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത്, ഈ ജോലി ചെയ്യുന്ന ആൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഉഴപ്പുന്നത് കമ്പനിക്ക് പണി കൊടുക്കുകയാണെന്നാണ്. സത്യത്തിൽ അത് ആർക്കാ പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അവരുടെ സമയം അവർ നഷ്ടപ്പെടുത്താണ്. എല്ലാവരും ലോസ് സഹിക്കുന്നു. കമ്പനി ലോസിലേക്ക് പോവാം, പക്ഷെ അതിനേക്കാൾ വലിയ ലോസിലേക്ക് പോകുന്നത് അവനാണ്. കാരണം അവൻ നിരന്തരം ടെൻഷനിലായിരിക്കും. കാരണം അത് ചെയ്യുന്നില്ല എന്നുള്ള പേപ്പറുകൾ വരും. അതിന് പുറമെ അവൻ സ്വയം തന്നെ ഞാൻ എൻ്റെ വർക്കുകൾ ചെയ്യുന്നില്ല, അതിൽ ടെൻഷനായിരിക്കും. ഇനി രണ്ടാമത്തൊന്നും ആലോചിച്ച് നോക്കി, ആ കമ്പനി ചില ആളുകൾക്ക് ഒന്നിച്ച് സാലറി ഇൻക്രീസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ആ സമയത്ത് ഇവനെ പരിഗണിക്കുമല്ലേ? കാരണം ഓൾറെഡി ഇവൻ ഉഴപ്പിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് സാലറി പരിഗണിക്കുക അല്ലേ? ഇനി പോയി കുറച്ച് ആളുകളെങ്കിൽ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. അപ്പോൾ ആദ്യം ആരായിരിക്കും? ഇവരായിരിക്കും. കമ്പനിക്ക് മാറ്റിയേ പറ്റൂ. ഇവരെ KPI നോക്കുമ്പോൾ കമ്പനി നോക്കും എത്ര ചിലവഴിക്കുന്നു, അത്ര കിട്ടുന്നുണ്ടോ അല്ലേ. അപ്പോൾ ആദ്യം പേര് ചേർക്കുന്നത് ആരായിരിക്കും? ഇവരായിരിക്കും. നേരെ മറിച്ച് ഇവന് പറഞ്ഞ ശമ്പളത്തിനല്ല എങ്കിൽ കയറിയെങ്കിലും അവൻ ഹാർഡ് വർക്ക് ചെയ്യുന്നു, കമ്പനി പറയുന്നതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നു, കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വരുന്നു, എന്നിട്ട് കമ്പനിക്ക് പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു.
ഹാർഡ് വർക്ക് സ്മാർട്ട് വർക്ക് ചെയ്യുന്നു, കമ്പനി എന്താ ചെയ്യുക? അവനെ റിട്ടൈൻ ഈ പറയുന്ന സമയങ്ങളിലൊക്കെ അവനെയായിരിക്കും മുകളിലേക്ക് കൊണ്ടുവരിക. അതെ. അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ കമ്പനി അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല എന്ന് കുട്ടി പറയും, ഇവന് ധൈര്യത്തോടെ വന്ന് പറഞ്ഞൂടെ, അതെ. സാറേ നിങ്ങൾക്ക് നോക്കാം എൻ്റെ കണക്ക്, നിങ്ങൾ പറയുന്ന എല്ലാ വർക്കും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, കൃത്യമായി ചെയ്യുന്ന നല്ലൊരു എംപ്ലോയിയാണ് ഞാൻ ഇത്ര പ്രോഫിറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, കൂട്ടിത്തരണം.